അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിയലിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കാറുള്ള സാധനമാണ്, പക്ഷെ പലരും പല രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ അവിയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് അവിയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും പല രീതിയിലാണ് അവിയൽ വെക്കുന്നത്. പുളിക്ക് വേണ്ടിയിട്ട് സാധാരണ തക്കാളി, തൈര്, പിന്നെ പച്ചമാങ്ങ ഇത്രയാണ് ചേർക്കുന്നത്. ഞാനിവിടെ കുറച്ച് തക്കാളിയും പിന്നെ കുറച്ച് തൈരുമാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഞാൻ വീട്ടിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിന് അരിഞ്ഞത്, പിന്നെ ഒരു 5 ബീൻസ് അതും നീളത്തിന് അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു മുരിങ്ങക്ക. ഇത് ഞാൻ ഫ്രോസൺ മുരിങ്ങക്കായാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ആ നിറത്തിലിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കായ എടുത്തു, അതും ഇതുപോലെ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിട്ടില്ലെങ്കിൽ അത് കറുത്തു പോവും. പിന്നെ ഈ അവിയലിന് അരിയുമ്പോൾ വെജിറ്റബിൾസ് എല്ലാം കുറച്ച് നീളത്തിന് അരിയണം. അധികം കനം ഇല്ലാതെ അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഒരു 8 കശുവണ്ടി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് കശുവണ്ടി നമ്മൾ അവിയലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ ഇത് ചേർക്കണമെന്നില്ല, പിന്നെ നമ്മൾ സദ്യക്കൊക്കെ വെക്കുമ്പോൾ അത് ചേർത്താൽ നല്ലതാണ്. പിന്നെ ഒരു ചെറിയ സവോള അല്ലെങ്കിൽ ഒരു സവോളയുടെ പകുതി എടുക്കുക, ഒരു തക്കാളിയുടെ പകുതി, 2 പച്ചമുളക്, പിന്നെ ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ വേണം, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒത്തിരി പേര് മുളക് പൊടി ചേർക്കാറില്ല. അത് ചേർത്ത് കഴിഞ്ഞാൽ അവിയലിന് ചെറിയൊരു ഓറഞ്ച് നിറമായിരിക്കും. എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ കട്ടി തൈര് വേണം. ഒത്തിരി പുളിച്ച തൈര് എടുക്കരുത്, ചെറിയൊരു പുളിയുള്ള തൈര് എടുക്കുക. പിന്നെ ആവശ്യത്തിന് എണ്ണ വേണം. എണ്ണ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. ഇനി നമുക്ക് അവിയൽ തയ്യാറാക്കാം. ഒരു പാൻ വയ്ക്കാം. ആ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം, വളരെ കുറച്ച് മതി. ഇനി എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ പച്ചക്കറി ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർ ഇതുപോലെ എണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കാറില്ല, പച്ചക്കറി ഇട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ എപ്പോഴും ഇതുപോലെ എണ്ണയിൽ വഴറ്റിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. എനിക്ക് അങ്ങനെ വഴറ്റിയെടുത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചക്കറി ഇടാം. എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടാൽ മതി. കായും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്, അത് വെള്ളം മാറ്റിയിട്ട് കാ മാത്രം ചേർക്കാം. ഒരു തക്കാളിയുടെ പകുതിയും കൂടി ചേർക്കാം. പച്ചമാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അല്ല ചേർക്കുന്നത്, നമ്മൾ വെജിറ്റബിൾസ് ഒരു പകുതി വേവാകുമ്പോഴാണ് ചേർക്കുന്നത്. ഇനി പച്ചമുളക് ചേർക്കാം. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവോളയും ചേർക്കണം. ഈ സവോള നമ്മൾ ആദ്യം വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, പച്ചക്കറിയുടെ കൂടെ ചേർത്ത് വഴറ്റിയാൽ മതി. ഇത് ഒത്തിരി നേരം നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ എണ്ണയിലെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിനകത്തേക്ക് നമുക്കിനി കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇത്രയും മതിയാവും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. പച്ചക്കറി വേവാൻ ആവശ്യമുള്ള വെള്ളം മതി, അത് ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ, അത്രയും മതിയാവും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. പച്ചക്കറി ഒരു പകുതി വേവാകുമ്പോഴാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. പച്ചക്കറി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർക്കാം. 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി.
ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കാം. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തു. ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. ഒത്തിരി ലൂസ് ആവരുത്, അതുപോലെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവുകയും ചെയ്യരുത്. ഇനി നമുക്ക് പച്ചക്കറി നോക്കാം. അപ്പോൾ ഇതൊരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. നമ്മൾ ഈ അരപ്പരച്ച മിക്സിയുടെ ബൗളിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, വളരെ കുറച്ച് മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിയൽ ഒത്തിരി ഡ്രൈ ആയി പോവാതിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരപ്പും വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിന് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വേവണം. അതുപോലെ നമ്മൾ ചേർത്ത അരപ്പിൻ്റെ പച്ച ചുവ മാറുകയും വേണം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം കൂടെ ചേർക്കുവാണ്, കുറച്ച് കുറവായിരുന്നു. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുവാണ്. അവിയലിലൊക്കെ കറിവേപ്പില നല്ലോണം ചേർക്കണം. അതിൻ്റെ ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കിനി അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇനി തൈരും കൂടി മാത്രമേ ചേർക്കാനുള്ളൂ. പച്ചക്കറി എല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അവിയലിൽ പച്ചക്കറി അങ്ങനെ ഒത്തിരി ഉടഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് തൈര് ചേർക്കാം. എടുത്തു വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ തൈര് ചേർക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അവിയലിൽ ചെറിയൊരു പുളിരസം വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തക്കാളിയും തൈരും ഒക്കെ ചേർക്കുന്നത്. പച്ചമാങ്ങയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെജിറ്റബിൾസ് പകുതി വേവായിട്ട് നമ്മൾ അരപ്പ് ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പച്ചമാങ്ങ ചേർത്താൽ മതി. കാരണം മാങ്ങ അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും, ഉടഞ്ഞു പോവും. ഈ തൈര് നമ്മൾ ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അവിയൽ തയ്യാറായി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം കുറച്ച് എണ്ണ ഒഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുവാണ്. അവസാനം നമ്മൾ കറിവേപ്പില ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഒന്ന് മുറിച്ച് ചേർക്കാം. അതിൻ്റെ ഫ്ലേവർ നല്ലോണം വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ അവിയലിൽ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഫ്ലേവർ കൂടി നിൽക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അവിയൽ റെഡിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വിഷുവിന് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ മാത്രമല്ല ഷെയർ ചെയ്യാനും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം.